എല്ലാവരും നല്ല അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു. മഴ ഉണ്ട്, കോടയുണ്ട്, കക്കാടംപോയിലുണ്ട്. ഇനി കട്ടൻ ചായ ജോൺസൺ മാഷിൻ്റെ പാട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ വൈബ് അങ്ങോട്ട് ഫുള്ളായി. ഓഗസ്റ്റ് 15 ABC മോട്ടോഴ്സ് സംഘടിപ്പിച്ച ഫ്രീഡം റൈഡ് 2025 വിശേഷങ്ങളാണ് ഈ തവണ. റോയൽ എൻഫീൽഡിൻ്റെ വിവിധ മോഡലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും ഇവർ സംഘടിപ്പിക്കാറുണ്ട്. അരീക്കോട് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത ഈ ബുള്ളറ്റ് റൈഡ് കക്കാടംപൊയിൽ റിസോർട്ടിലാണ് അവസാനിച്ചത്. കക്കാടംപൊയിൽ മഴയത്തും കോടയും അതുപോലെ ഒരു പ്രൈവറ്റ് വാട്ടർഫോളൊക്കെ ഉള്ള ഒരു സൂപ്പർ റിസോർട്ടിനായിരുന്നു. അരീക്കോട് പത്തനാപുരത്തുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നിന്ന് 10 മണിക്കായിരുന്നു ഫ്ലാഗ് ഓഫ് നിശ്ചയിച്ചിരുന്നത്. പെരിന്തൽമണ്ണ ഒരു ടീം വരാനുണ്ട്, അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ ടീമുകൾ. അവിടുന്ന് ചായയും അതുപോലെ ചെറുകടിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെത്താൻ ഇത്തിരി വൈകിപ്പോയി. അത് കാരണം 11 മണിയോടെയാണ് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. മഴയുണ്ട്, വന്ന വണ്ടികളെല്ലാം ലൈനപ്പ് ചെയ്ത് അതിൽ ഫ്ലാഗ് പിടിപ്പിക്കുകയാണ്. എൻ്റെ വണ്ടിയാണ് അവർ ഫ്ലാഗ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രീഡം റൈഡ് ആയതുകൊണ്ട് ഇതാണ് തീം. എല്ലാ വണ്ടിയിലും ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ഇന്ത്യയുടെ ഫ്ലാഗ് കുത്തുന്നുണ്ട്. ഫ്രീഡം റൈഡ് എന്നാണ് ഇതിൻ്റെ പേരാണ്. ബുള്ളറ്റ് തന്നെ എല്ലാം പല തരത്തിലുള്ള എല്ലാ മോഡൽസും ഉണ്ട്. ഒരുവിധം മഴ എന്ന് വെച്ചാൽ ഒന്നൊന്നര മഴയായിരുന്നു. അവസാനം എല്ലാവരും എത്തി, വേണ്ട ഈ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. അതായത് പൈലറ്റിന് ഞങ്ങളായിരിക്കും വരാം, ഞങ്ങൾ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ഇനി അങ്ങോട്ട് ഒരു 13 കിലോമീറ്റർ 14 കിലോമീറ്ററേ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ആവറേജ് ഒരു 40-45 കിലോമീറ്റർ സ്പീഡിലേ ഉണ്ടാവുള്ളൂ. ഒരു വണ്ടീൻ്റെ അകലം എല്ലാവരും പാലിക്കുക. കാരണം ഇപ്പോൾ വരുന്ന വഴിയിൽ ചെറിയ ഇങ്ങനെ ഒരു ജസ്റ്റ് ഡിഫറൻറ്റ് മാറുന്ന ചെറിയ തട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വണ്ടീൻ്റെ അകലത്തിൽ ഒന്ന് കവർ ചെയ്യുക, ഒന്ന് മെല്ലെ പോകണുള്ളൂ. പിന്നെ ഇവർ ക്യാമറേൻ്റെ വണ്ടി ഉണ്ടായതുകൊണ്ട് ഞങ്ങളതിൽ കണക്റ്റഡ് ആയതുമ്പോൾ ഞങ്ങൾ സ്ലോ ആക്കുമ്പോൾ സ്ലോ ആക്കുക, അതിനനുസരിച്ച് കണക്റ്റായി പോവുക. എല്ലാവരും മുന്നിലുള്ള വണ്ടിയിൽ നിന്ന് നോട്ട് ചെയ്യുക. ഞങ്ങൾ ഫ്രണ്ടിലുണ്ടാവും, ബാക്കിൽ മെക്കാനിക് സപ്പോർട്ട് ചെയ്തുണ്ടാവും. ഇവൻ്റെ ബാക്കിലേക്ക് ആരും പോകാതിരിക്കുക. എന്തെങ്കിലും എമർജൻസിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്ഷൻ കാണിച്ചാൽ മതി, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ബാക്കിലേക്ക് പോകരുത്, നമ്മളെ വിട്ടു പോകരുത്. പിന്നെ മിഡായിട്ട് ഇവർ രണ്ടാളും 2 വണ്ടിയുണ്ട്, രണ്ടും നമ്മളായിട്ട് സപ്പോർട്ടായിട്ട് കൊണ്ടേ ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്കൊന്ന് അടിച്ച് പൊളിക്കുക. മഴയൊന്ന് നമ്മൾ ഇതാക്കുകയാണ്. പിന്നെ നമ്മുടെ MD വന്നിട്ടുണ്ട്, നമ്മുടെ ABC മോട്ടോഴ്സിൻ്റെ. 2 വാക്കി വളരെ സന്തോഷമുണ്ട്. നമ്മൾ എല്ലാ വർഷവും വൺ റൈഡ് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 15 നോർമലി നമ്മളിപ്പോൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. കുറച്ച് വിപുലമായിട്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. വന്ന എല്ലാവരോടും താങ്ക്സ്. 2017 ABC മോട്ടോഴ്സ് സംഘടിപ്പിച്ച ബുള്ളറ്റ് റൈഡായിരുന്നു ഞാൻ ആദ്യം പങ്കെടുത്തിരുന്നത്. കമ്പനി MD പ്രസാദേട്ടനായിട്ട് സംസാരിച്ചു ഞാൻ. അപ്പോഴാണ് മനസ്സിലായത് ആ റൈഡായിരുന്നു അത്ര ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ആദ്യത്തെ റൈഡ്. അതും ഈ കക്കാടംപൊയിലേക്കായിരുന്നു. PV അൻവർ MLAൻ്റെ ഒരു പാർക്ക് ഉണ്ടല്ലോ, ആ പാർക്ക് അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. കുറച്ച് വൺ റൈഡുകൾ ബുള്ളറ്റിൻ്റെ ഞാൻ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ എന്തായാലും ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇവരുടെ കൂടെ. എല്ലാവരും സെറ്റായിട്ടുണ്ട്, യാത്ര പുറപ്പെടാണ്. പക്ഷെ നമ്മളെ റൈഡ് ഇവിടെ തുടങ്ങുകയാണ്. ആരുമില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. അപ്പോഴാണ് നമ്മളെ കൂട്ടുകാരൻ സൽമാൻ ഉണ്ട്. അപ്പോൾ സൽമാൻ്റെ ബാക്കിൽ ഞാൻ കയറാൻ വിചാരിച്ചു. എൻ്റെ ബൈക്ക് വേറെ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. ഓക്കെ, ഇതാണ് എൻ്റെ ബൈക്ക്. എൻ്റെ ബൈക്ക് തൽക്കാലം ഓടിക്കുന്ന ഇയാളാണ്. ഞാൻ തൽക്കാലം സൽമാൻ്റെ ബാക്കിൽ കയറി. ഓ പൊളിച്ച് 80ഓളം റൈഡേഴ്സ് ഉണ്ടായിരുന്നു. മിക്കവരും ഒരു ബൈക്കിൽ ഒരാൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ടീഷർട്ട് ഉണ്ടായിരുന്നു വൈറ്റ് കളറിൽ. അത് മഴ കാരണം എല്ലാവരും റെയിൻകോട്ട് ഇട്ടാരും കാണുന്നില്ല. കുറച്ചങ്ങ് മുന്നോട്ട് വരുമ്പോൾ മഴ നിന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിട്ട് പോലും പാർട്ടിസിപ്പേഷൻ ഒട്ടും കുറവൊന്നുമില്ല. ABC മോട്ടോഴ്സിൻ്റെ ടീംസ് തന്നെ ഹെഡ്, ടെയിൽ, മിഡ് ആയിട്ട് നമ്മുടെ കൺട്രോൾ ചെയ്യാനുണ്ടായിരുന്നു. ഹെൽമെറ്റിൽ നമ്പറിങ് ഒന്നും ഇട്ടിട്ടില്ല ഇത്തവണ. എന്നാലും ഒരാൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു 40 സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളൊരു നിർദ്ദേശമാണ് കിട്ടിയത്. സൽമാൻ്റെ വണ്ടിയിൽ കയറാണ്.
ഞാൻ ചാടി കയറാൻ പറ്റുമോ നോക്കേണ്ടതിൽ. ഒരു മിനിറ്റ് ഒന്ന് സൈഡാക്കോ. എൻ്റെ അമ്മോ ഇതിനകത്ത് കേണി വെക്കേണ്ടി വരുമല്ലോ. ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ ഈ ബുള്ളറ്റ് എന്ന റോയൽ എൻഫീൽഡിന്. ചിലർക്ക് അതിൻ്റെ ഷേപ്പ്, ചിലർക്ക് അതിൻ്റെ സൗണ്ട്, ചിലർക്ക് അതിൻ്റെ പവർ, എന്ത് വേണമെങ്കിലും ഇഷ്ടപ്പെടാമല്ലോ. എന്താണ് അതിൻ്റെ നിങ്ങൾ കാണുന്ന അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് കമൻറ്റിൽ പറഞ്ഞാൽ നന്നായിരുന്നു. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ മഴ നിന്നു. അവിടെ ഞങ്ങൾ ലൈനപ്പ് ചെയ്ത് വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. 2 ലൈനായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അധികം തിരക്കില്ലാത്ത റോഡായതുകൊണ്ട് തന്നെ അടിപൊളി റൈഡായിരുന്നു. മഴ മാറിയപ്പോൾ കുറച്ചും കൂടി ഒരു വൈബായി റൈഡ്. പക്ഷേ എനിക്ക് മഴയത്ത് റൈഡ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. റെയിൻകോട്ടൊക്കെ ഇട്ട് 2 വീലറിൽ പോകാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അല്ലേ. റോഡിലധികം തിരക്കൊന്നുമില്ല. അതുപോലെ തന്നെ വണ്ടികളെല്ലാവരും മീഡിയം സ്പീഡിലാണ് പോകുന്നത്. അധികം ഓവർ സ്പീഡിലൊന്നും ആരും പോകുന്നില്ല. അരീക്കോട് തോട്ടുമുക്കം കൂമ്പാറ വഴിയാണ് കക്കടമ്പയിലേക്ക് പോകുന്നത്. നമ്മളെ ക്യാമറമാനാണതാ. ഡ്രീം റൈഡേഴ്സിലെ സൽമാനെ ഇവിടെ എത്തിയതിനു ശേഷമാണ് കേട്ടോ കണ്ടത്. അവൻ നേരത്തെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാണ് ജേഴ്സി. പക്ഷേ ജേഴ്സി ഇടാൻ സമയം കിട്ടില്ല, കുറച്ച് സമയം കിട്ടിയുള്ളൂ. മഴ ചെയ്ത് റെയിൻകോട്ടിലായിരുന്നു എല്ലാവരും. റിസോർട്ടിൻ്റെ ഒരു 1.5 കിലോമീറ്റർ മുന്നേ വീണ്ടും എല്ലാവരും ലൈനപ്പായി. അപ്പോഴേക്ക് ഭാഗ്യത്തിന് മഴ കുറഞ്ഞിരുന്നു. എല്ലാവരും റെയിൻകോട്ടെല്ലാം ഊരി യൂണിഫോമിലൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ്. വീണ്ടും റൈഡ് തുടങ്ങുകയാണ് നേരെ റിസോർട്ടിലേക്ക്. കക്കാടമ്പയിൽ എത്തുന്നതിന് ജസ്റ്റ് മുന്നേ കള്ളിപ്പാറയിലാണ് നമ്മുടെ റിസോർട്ട്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ മറ്റേതാ ഊരിപ്പോലെ ബാക്ക് സപ്പോർട്ട് ഇല്ലാത്ത ഞങ്ങള് ബാക്കിൽ പോയതാണ്. അതെ അതെ തെറ്റിപ്പോയില്ലേ. കാറിൽ യാതൊരു കിട്ടില്ല. ഞങ്ങളാ മറ്റേ ഫോഗോ ഹിൽസ് ഫോഗോ ഹിൽസ് റിസോർട്ടിലാണ് പരിപാടികൾ. അടച്ചിട്ടേക്കാണ്. എല്ലാരും വഴി തെറ്റി നേരെ അങ്ങോട്ട് കയറിപ്പോയി. ഗേറ്റ് തുറന്നിട്ട് അലച്ചു കുത്തിയിട്ട് കയറാൻ പറ്റും. അതൊരു വൈബാണത്. അതെ അതെ നല്ല വൈബാ. അതി കൂടെ ശരി. ഇങ്ങോട്ട് വഴി വേണ്ട, ഈ വഴിയിലല്ല പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ തൽക്കാലം ഒരു മുള വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരാൾ പോയാൽ പിന്നെ മൊത്തം ആളുകൾ നേരത്തെ പോയ മാതിരി അങ്ങോട്ട് പോകും. അത് ഡ്രോണതാ. അതെ അതെ എല്ലാവരും യൂണിഫോമിലാണ്. നമ്മളെ നാട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് യൂണിഫോം ഇതുവരെ നേരത്തെ കിട്ടിയിട്ടില്ല. എല്ലാം ഇപ്പോഴാണ് വൈറ്റ് ആൻഡ് വൈറ്റിലായത്. കാണാൻ നല്ല ഭംഗിയുള്ള ജേഴ്സിയാണ്.
വൈറ്റ് ജേഴ്സി ഇപ്പോഴാണ് തുറക്കാൻ പറ്റിയത്. മഴ ആയത് കാരണം, റെയിൻ കോട്ടിലായത് കാരണം വൈറ്റ് ജേഴ്സി ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു ആരും. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരെയും ഒന്ന് യൂണിഫോമിൽ കാണാൻ പറ്റിയത്. എല്ലാവരും നല്ല അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു. മഴ ഉണ്ട്, കോടയുണ്ട്, കക്കാടംപോയിലുണ്ട്. ഇനി കട്ടൻ ചായ ജോൺസൺ മാഷിൻ്റെ പാട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ വൈബ് അങ്ങോട്ട് ഫുള്ളായി. വഴി തെറ്റി പോയവരാണിത്. ആദ്യം കുറേ മുകളിലോട്ട് പോയി, ഇപ്പോൾ അവർ തിരിച്ച് ഹെഡ് ഇത്തിരി ബാക്കിലായി പോയതാണ് പണിയത്. ഹെഡ് ഇത്തിരി ബാക്കിലായി പോയി. അതുകൊണ്ട് നമുക്ക് ഈ ടീംസ് എല്ലാം വഴി തെറ്റി മുകളിലേക്ക് പോയി. പിന്നെ ഇതാ ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരും. ഇതാ നല്ല ഇറങ്ങി വരുന്നുണ്ട്. നന്നായിട്ടെടുത്തോ. ആ നല്ല ചളിപിടിയാണ്. റോഡ് കുറച്ച് ദൂരം ചളിപിളിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോൺക്രീറ്റ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അടിപൊളി വൈബ് തന്നെയാണ്. കക്കാടംപൊയിലും മഴക്കാലത്ത് കോടയുണ്ട്, മഴയുണ്ട്, ബുള്ളറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ്. ഇവിടെ പാർക്കിംഗ് ആണ് അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? അടിപൊളി, സൂപ്പർ സൂപ്പർ. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ, റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ ഇന്ന് 79th ഇൻഡിപെൻഡൻസ് ഡേന് നമ്മളെ കൂടെ വന്ന എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മൾ പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ വേറൊരു ഇതിലാണ് വെച്ചത്. അപ്പോൾ റൈഡിന് വന്ന എല്ലാവരും അതിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ ഇവിടെ വള്ളി പോകുന്നതുകൊണ്ട് വെലുങ്ങനെ നീട്ടുന്നില്ല, ജസ്റ്റ് അതെന്ത് പറയാം. അപ്പം ആദ്യം ടീയും സ്നാക്സും ഇവിടെ ഉണ്ട്. അത് ബിസ്ക്കറ്റും കഴിച്ചിട്ട് പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോവാം, ബാക്കിയുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഒരു 1:30ക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിച്ച ശേഷം സിജോ ഉണ്ടാവും, ഞാൻ ഉണ്ടാവില്ല. ഒരു 2:15 നമ്മൾ മേലെ പോവാം. അത് മേലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. മേലെ അവർ വരും മേലെ വരും. അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ ഇവിടെ ഗ്യാദർ ചെയ്യാം. 4 മണിക്ക് ഗ്യാദർ ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് പോലെ ചെറിയൊരു ഇതുണ്ട്. അട്ട ഉണ്ടാവും ഇവിടെ. അപ്പോൾ ആ അട്ട നിറച്ചുണ്ട്. അതിനുള്ള ഇത് അവർ കലക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ ഒരു സ്പ്രേ ഉണ്ട്, അത് കയ്യിലെടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് സ്നാക്സും ചെയ്തിട്ട് ഒരു 5:30ക്ക് വൈൻഡപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ അങ്ങോട്ട് തട്ട് ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് താഴെ ഒരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ്, ചെറിയൊരു വാട്ടർഫോള്, ചെറിയൊരു പൂള്, എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമ്മളൊരു ഗിയറിൻ്റെ ഒരു ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അറിയാം ഗിയർ. അതിൽ പിന്നെ ഡിസ്കൗണ്ട്സ് ഉള്ളതുണ്ട്, ഓഫേഴ്സ് ഉള്ളതുണ്ട്. അപ്പോൾ അത് ഇവരോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുള്ള് ഇവിടെ ഉണ്ട്. പിന്നെ താഴെ 2 റൂമും മേലെ 2 റൂമും ഉണ്ട്. കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത് 4 റൂം യൂസ് ചെയ്യുക, വാഷ്റൂംസ് കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഇതോ പറഞ്ഞ പോലെ താഴേക്ക് കുറേ ഇതുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് പോവാം. സൂക്ഷിക്കണം, വാട്ടർഫാൾസ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വഴുക്കലുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം. താങ്ക് യു. മഴയത്തിൻ്റെ സ്റ്റോറേജിങ് എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം കണ്ട് നമ്മൾ ഗൂഗിളിൽ അടുക്കളയാണ്. ഇവിടെ ക്യാരംസ് കളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു ചായയും ബിസ്ക്കറ്റും. പറഞ്ഞ പോലെ താഴെ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് കാണാൻ വേണ്ടി പോവാം. ഒരു കുഴപ്പമില്ല. ഗസ്റ്റ് ഹൗസ് ആണ്, ഗസ്റ്റ് ഹൗസ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു പില്ലറിലാട്ടോ സംഭവം. നോക്കിയേ, കൊള്ളാലോ. ഇവിടെ ഇരിക്കാനും എൻജോയ് ചെയ്യാനും ചെറിയൊരു ഫാൾസ് ആട്ടോ, അടിപൊളി സെറ്റപ്പ്. ഇത് റിസോർട്ടിനകത്ത് തന്നെ ഉള്ളൊരു പ്രൈവറ്റ് ഫാളാണ്. അതെന്താ? അത് മീൻകുള? ഏത് കുളിക്കുന്ന നാച്ചുറൽ കുളം? അതാണ് സ്വിമ്മിങ് പൂളാണിത്. ഓക്കെ, അടിപൊളി. മഴ, നല്ല മഴയാണ്.
അട്ടശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കയറി അവിടെ ചുവപ്പ് കളറായിട്ടുണ്ട്. കുഴപ്പമില്ല. ഓ തണുപ്പ്, ഭയങ്കര തണുപ്പ്. അടിപൊളി അടിപൊളി റൂംസാണ്. കുഴപ്പമില്ല, നല്ല സൗകര്യമുള്ള റൂംസാണ്. 100 ശരി. ഈ റിസോർട്ടിൻ്റെ പേരാണ് ഗ്രീൻ ഫോഗ്. ഉണ്ടല്ലേ, ഫോഗ് കണ്ടില്ലേ, ഫോഗോട് ഫോഗാണ്. ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ഇങ്ങനെ പേരെന്താ? ബിനോയ്. ഇങ്ങനെ മുഖത്ത് അല്ല സോറി, ഈ മാല ഉണ്ടോ, ഇത് മാഗ്നറ്റാണ്. പൊളി പൊളി. ഫോഗ് എന്ന് പറഞ്ഞാൽ കട്ട ഫോഗ്. ഓക്കെ, ഇതാണ് കോട എന്ന് പറഞ്ഞാൽ അത്രക്കും കോട. ആളൊന്നും കാണുന്നില്ല, ഒരാളെ കൂടെ പോകുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നത്. അവസാനം എൻ്റെ ബൈക്കിൽ തന്നെ ഞാൻ കയറി. കോട എന്ന് പറഞ്ഞാൽ കിടിലം കോട, കാണുന്നില്ല. നല്ല മഴയുണ്ട്. അപ്പോൾ മലൻ്റെ മുകളിൽ, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ റിസോർട്ട്. ഗ്രീൻ ഹിൽസ് ആണ് റിസോർട്ടിൻ്റെ പേര്. അവിടെയൊക്കെ നോക്കി ഒന്നും കാണുന്നില്ല. അതാ മെയിൻ റോഡ്. ഇതാണ് നേരെ വലത്തോട്ട് പോയ കക്കടപ്പോയില് വൈൽഡ് സ്കേപ്പ് പറയുന്നുണ്ട്. അത് തന്നെയാണോ? അത് വേറെ റിസോർട്ടാ? അത് വേറെ റിസോർട്ടാ? ഇതല്ല അല്ലേ? ഓ, വൈൽഡ് സ്കേപ്പ്. പള്ളിയുടെ. ഓക്കെ, എന്നാൽ പള്ളിക്ക് പോവാം. ഏയ് നോ, അട്ടനെടുക്കുന്നത് മിഷൻ ഓപ്പറേഷനാണ്. രോമൊക്കെ കരിഞ്ഞുവല്ലോ. റെസ്റ്റിങ് കഴിഞ്ഞു, പള്ളി കഴിഞ്ഞു, ഇനി ഫുഡ് ടൈമാണ്. ഫുഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നല്ല ചൂട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എഗ്ഗും ഉണ്ട്. ഞാൻ പതുക്കെ സ്കൂട്ടാവും. മുകളിലൊരു വ്യൂ പോയിന്റ് വിസിറ്റും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിന് നിന്നില്ല, ക്ലിനിക്കിലോട്ട് ഇറങ്ങി. ഗുഡ് ബൈ.